ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാലൻസാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് ആര്? MN റോയി ജനകീയ പദ്ധതി ആവിഷ്കരിച്ചു. പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതി രചിച്ചതാരാണ്? MN റോയ്. പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതി രചിച്ചത് MN റോയിയാണ്. 10 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. അപ്പം ജനകീയ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? 10 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതായിരുന്നു ജനകീയ പദ്ധതിയുടെ ലക്ഷ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മെക്സിക്കോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നിവയുടെ സ്ഥാപക നേതാവാരാണ്? MN റോയ്. MN റോയ് സ്ഥാപിച്ച പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മെക്സിക്കോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മെക്സിക്കോയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും സ്ഥാപക നേതാവാണ് MN റോയ്. 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? അമർത്യ സെൻ. 1998 അമർത്യ സെന്നിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമാണ് അമർത്യ സെൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടുന്ന ആദ്യ ഏഷ്യക്കാരനും ഇന്ത്യക്കാരനും അമർത്യ സെന്നാണ്. അപ്പം ഫസ്റ്റ് ഏഷ്യക്കാരനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം ലഭിക്കുന്ന വ്യക്തിയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിക്കുന്ന ഫസ്റ്റ് ഏഷ്യക്കാരനും സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും ആരാണ്? അമർത്യ സെൻ. 1999 അദ്ദേഹം ഭാരതരത്നം നൽകി ആദരിച്ചു. 1999 ഭാരതരത്നം അദ്ദേഹത്തിന് ലഭിച്ചു. ഭാരതരത്നം അദ്ദേഹത്തിന് ലഭിച്ചു. നവീകരിച്ച നളന്ദ സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? നവീകരിച്ച നളന്ദ സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? അമർത്യ സെൻ ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകിയ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകിയ ആദ്യ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകുന്ന പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 1979 വരെ നീണ്ടുനിന്നു. 1974 മുതൽ 1979 വരെ 5ാം പഞ്ചവത്സര പദ്ധതി നീണ്ടുനിന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പുറമെ തൊഴിൽ, നീതി എന്നിവയ്ക്കും ഊന്നൽ നൽകി. അപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പുറമെ ഏതെല്ലാം മേഖലയിലാണ് 5ാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയത്? തൊഴിൽ, നീതി എന്നിവ. കാർഷികോൽപാദനത്തിലും പ്രതിരോധത്തിലും സ്വയാശ്രയത്തിലും പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കാർഷികോൽപാദനത്തിലും പ്രതിരോധത്തിലും സ്വയാശ്രയത്വത്തിലും പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. സ്വകാര്യ മേഖലയുടെ വിസ്തൃതി വിപുലീകരിക്കുകയും കൂടുതൽ ലിബറൽ ഇറക്കുമതി അനുവദിക്കുകയും ചെയ്തു എന്നതാണ് ഈ പദ്ധതിയിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. സ്വകാര്യ മേഖലയുടെ വിസ്തൃതി വിപുലീകരിക്കുകയും കൂടുതൽ ലിബറൽ ഇറക്കുമതിക്ക് അനുമതി നൽകുകയും ചെയ്തു. 1978 തിരഞ്ഞെടുക്കപ്പെട്ട മൊറാർജി ദേശായി സർക്കാർ ഈ പദ്ധതി നിരസിച്ചു. കേന്ദ്ര സർക്കാരിലെ ഈ മാറ്റം മൂലം 4ാം വർഷം 1978 പദ്ധതി അവസാനിച്ചു. 1978 മൊറാർജി സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി ഈ പദ്ധതി അവസാനിച്ചു. പ്രാഥമിക ദ്വിതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി. അപ്പം ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഏതാണ്? ഉൽപാദന രീതി. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഉൽപാദന രീതിയിലാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം 3 രീതിയിൽ അളക്കാൻ കഴിയും. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. അതായത് ഇൻകം മെത്തേഡ്,
പ്രോഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പാദന രീതി. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഉൽപ്പാദന രീതി. ഖനനം, വനം, കൃഷി, മത്സ്യബന്ധനം തുടങ്ങിയവ ഏത് തൊഴിൽ മേഖലയിൽ ഉൾപ്പെടുന്നു? ഖനനം, വനം, മത്സ്യബന്ധനം എന്നിവ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? പ്രാഥമിക തൊഴിൽ മേഖലയിൽ ഉൾപ്പെടുന്നു. തൊഴിലുകൾ അഥവാ സേവനങ്ങൾ 3ആയി തിരിച്ചിരിക്കുന്നു. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അപ്പം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ തൊഴിലവസരങ്ങളെ 3ആയി തിരിച്ചിരിക്കുന്നു. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിച്ച് എടുക്കുന്ന എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നത് പ്രാഥമിക മേഖലയാണ്. അപ്പോൾ അതിൽ ഏതെല്ലാം വരുന്നു? പ്രാഥമിക മേഖലയിൽ ഏതെല്ലാം വരുന്നു? ഖനനം, വനം, കൃഷി, മത്സ്യബന്ധനം. ദ്വിതീയ മേഖലയിൽ വ്യാവസായിക മേഖലയാണെന്നാണ് അറിയപ്പെടുന്നത്. ദ്വിതീയ മേഖല എന്താണ്? വ്യാവസായിക മേഖലയാണ്. തൃതീയ മേഖല IT സേവനങ്ങൾ, കൺസൾട്ടിംഗ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും തൃതീയ മേഖല. ഒന്നാമത്തേത് പ്രാഥമിക മേഖലയിൽ ഖനനം, വനം, കൃഷി, മത്സ്യബന്ധനം തുടങ്ങിയവയും സെക്കൻഡറി സെക്ടറിൽ ദ്വിതീയ മേഖലയിൽ വ്യാവസായിക മേഖലയാണത്. തൃതീയ മേഖല ഒരു സേവന മേഖലയാണ്. അപ്പോൾ അതിൽ IT സേവനങ്ങളും കൺസൾട്ടേഷൻസും ഉൾപ്പെടുന്നു. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആര്? സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ. സാമ്പത്തിക ശാസ്ത്രം എന്ന പുസ്തകം രചിച്ചത് ആൽഫ്രഡ് മാർഷൽ.